ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 3 മാർക്കിൻ്റെ സെക്ഷനിലെ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ബോക്സിൽ 4 സ്ലിപ്പുണ്ട്. ആ 4 സ്ലിപ്പിന് 1 2 3 4 എന്ന് നമ്മൾ നമ്പർ ചെയ്തപ്പോൾ ഉണ്ട്. വേറൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്? 3 സ്ലിപ്സ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? 1 2 3 ഉണ്ട്. 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച്. രണ്ടിൽ നിന്നും എന്ത് ചെയ്തു? ഓരോ സ്ലിപ്പ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ സം ബീങ് ഓഡ്? സം എന്തായിരിക്കണം? ഓടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തുമായാലും രണ്ട് ഈവൻറ്റ്സ് തന്നെ ഇപ്പോൾ ഉണ്ട്. സോ നമുക്ക് ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാം. എന്തെഴുതാം? സാമ്പിൾ സ്പേസ് എഴുതാം. സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എന്ത് വരും? എസ് ഈസ് ഈക്വൽ ടു ആദ്യം എന്ത് വരാം? 1 കൂടെ 1 തന്നെ വരാം. പിന്നെ എന്ത് വരാം? അതൊരു എണ്ണം. പിന്നെ 1 കൂടെ 2 വരാം. 1 കൂടെ എന്തും വരാം? 3യും വരാം. ഇനി അടുത്ത് എന്ത് വരാം? 2 കൂടെ 1 വരാം. 2 കൂടെ എത്ര വരാം? 2 വരാം. 2 കൂടെ എത്ര വരാം? 3 വരാം. 2 കൂടെ 3യും വരാം. അടുത്ത് എന്ത് വരാം? 3യുടെ കൂടെ 1 വരാം. 3യുടെ കൂടെ എത്ര വരാം? 2 വരാം. 3യുടെ കൂടെ 3യും വരാം. അടുത്ത 4ൻ്റെ കൂടെ 1 വരാം. 4ൻ്റെ കൂടെ 2 വരാം. 4ൻ്റെ കൂടെ എന്തും വരാം? 3യും വരാം. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇനി എന്ത് നമുക്ക് വേണ്ടേ? ഇനി അത് സമ്മ് ഓടാവുന്ന എത്ര ഉണ്ടെന്ന് നോക്കണം. 1 1 കൂട്ടി എത്ര ഇടും? 2. അപ്പോൾ അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. 1 2 കൂട്ടി എത്ര ഇടും? 3. സോ 2 1 കൊണ്ട് 3. അപ്പോൾ എത്ര എണ്ണമായി? 2 എണ്ണമായി. പിന്നെ ഈ ഡയഗണൽ, തൊട്ടടുത്ത ഡയഗണൽ നമുക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ 1 3 2 2 3 1. ഇത് കൂട്ടുമ്പോഴേ നമുക്ക് എത്ര കിട്ടുന്നത്? എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്നത് 4ആണ്. അത് ഈവൻ നമ്പറാണ്. സോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അടുത്ത എന്താണ്? 4 1 5 ആണ്. 3 2 5 ആണ്. 2 3 5 ആണ്. അവിടുന്ന് എത്ര എണ്ണം കിട്ടി? 3 എണ്ണത്തെ കിട്ടി. 4 2 3 3 കൂട്ടുമ്പോൾ 6 ആണ് കിട്ടുന്നത്. അപ്പം അത് ഈവനാണ്. സോ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് 4 3 ആണ്. അപ്പം ആദ്യം 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്. പിന്നെ വരുമ്പോൾ എന്തുണ്ട്? 3 2 ഉണ്ട്. പിന്നെ 4 1 ഉണ്ട്, 4 3 ഉണ്ട്. അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? നമുക്ക് സമ്മ് ഓടി തരുന്ന 6 നമ്പേഴ്സ് ഉണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. മൊത്തം 12. അപ്പോൾ എത്ര നേടി? 6/12 നേടി. 6/12 എത്രയാണ്? 1/2 ആണ്. കാരണം രണ്ടിനെയും 6 വെച്ച് വെട്ടാം. 6 കുറഞ്ഞപ്പറ്റി 6 ഒന്നാമത്, 12 എത്രാമത്? രണ്ടാമത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഈവൻ ആവുന്നത്. സം ഈവൻ ആവാൻ എത്ര എണ്ണം ഉള്ളത്? ഇനി 6 എണ്ണം. അപ്പോൾ അതും എന്ത്? 6/12. എത്ര എന്നിട്ട് ആൻസർ? 1/2. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ബാഗിൽ 18 ബോൾസ് ഉണ്ട്. ഏതൊക്കെ കളറാണുള്ളത്? റെഡും ഉണ്ട്, ഗ്രീൻ കളറിലെ ബോൾസാണ്. മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 18 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂട്ട് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/3 ആണ്. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി റെഡ് ബോൾസ് ആർ ഇൻ ദെയർ? റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ് നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്നത്? 2/3. നമുക്ക് ഡിനോമിനേറ്റർ എത്രയാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടത്? ടോട്ടൽ നമ്പർ എന്ന് വെച്ചാൽ 18 ആക്കണം. അപ്പം 3യെ 18 ആക്കാൻ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട്. അപ്പം മുകളിലത്തെ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട്. അപ്പോൾ എത്ര കിട്ടും? 12. അപ്പം 12/18 ആണ് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പം അവിടുത്തെ 12 ആണ് എന്ത്? നമ്പർ ഓഫ് റെഡ് ബോൾസ്. അപ്പം നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ്. മൊത്തത്തിൽ 18 അല്ലേ ഉള്ളത്? നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് കിട്ടാൻ എന്ത് ചെയ്യണം? 18 നിന്ന് എത്ര കുറയ്ക്കണം? റെഡ് ബോൾസിൻ്റെ എണ്ണം കുറയ്ക്കണം. അതായത് 12 കുറയ്ക്കണം. 18 നിന്ന് 12 കുറച്ച് എത്ര കിട്ടും? 6. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ? ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എങ്ങനെ പറയും? ഗ്രീൻ ബോളുകളുടെ എണ്ണം 6 ആണ്. മൊത്തത്തിലുള്ള എത്രയാണ്? 18 ആണ്. 6/18 എത്രയെന്ന് കിട്ടും? 1/3. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ അടുത്ത് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. 2 ഡിജിറ്റ് നമ്പറിനകത്തുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 മാത്രമാണ്. അങ്ങനെയുള്ള ഏതാണ് നമ്പേഴ്സ്? ഏതൊക്കെയായിരിക്കും? 1 1 11 വരാം, 12 വരാം, 13 വരാം. പിന്നെ എത്ര വരാം? 21 വരാം, 22 വരാം, എത്രയും വരാം? 23 വരാം. പിന്നെ എന്ത് വരാം? 31 32 33. മൊത്തം നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 9 പോസിബിലിറ്റി ഉണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോത്ത് ഡിജിറ്റ് സെയിം ആണ് എന്ന് വെച്ചാൽ 1 1 പിന്നെ എന്തുണ്ട്? 2 2 3 3. അപ്പോൾ എത്ര ഓപ്ഷൻ ഉണ്ട്? മൊത്തം 3 എണ്ണം. മൊത്തത്തിൽ എത്ര ഉള്ളത്? 9. അപ്പോൾ എന്താണെന്ന് കിട്ടും? ആൻസർ 1/3 എന്ന് കിട്ടും. 3/9 ആണ്. അതെന്തെന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് 1/3 എന്ന് എഴുതാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ഡിജിറ്റ്സ് ബീങ് 5? സം എന്തായിരിക്കണം? 5 ആയിരിക്കണം. 11 1 കൂടെ കൂട്ടിയാൽ 2 ആണ്. 1 2 കൂടെ കൂട്ടിയാൽ 3 ആണ്. 1 3 കൂടെ കൂട്ടിയാൽ 4 ആണ്. ഏതൊക്കെ വരത്തുള്ളൂ? 2 3 വരും. 3 2 വരും. എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 എണ്ണം. അപ്പം 2/9 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അങ്ങനെ ഇട്ടേക്കും. എന്താണ്? പ്രോബിലിറ്റി ഓഫ് സം ഓഫ് 5 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/9. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 2 3 4 ഈ 4 നമ്പേഴ്സ് വെച്ച് എഴുതാൻ പറ്റുന്ന എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ടൈപ്പുണ്ട്. അപ്പം ഫസ്റ്റ് ബോക്സ് നമുക്ക് എത്ര എണ്ണം വെക്കാം? ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 ബോക്സ് വെച്ച് കാണിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്, ഇതെൻ്റെ സെക്കൻഡ് ഡിജിറ്റ്. ഈ ആദ്യത്തെ ബോക്സ് എനിക്ക് എത്ര എണ്ണത്തെ വെക്കാം? 4 എണ്ണത്തെ വെക്കാം. രണ്ടാമത്തെ ബോക്സിൽ എത്ര എണ്ണത്തെ വെക്കാം?
നാലെണ്ണത്തെ വെക്കാം. അപ്പം മൊത്തം എത്ര എണ്ണം വെക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഗുണിച്ച് നോക്കാം. അപ്പം ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 16 നമ്പേഴ്സ് ഉണ്ട്. ഇനി അടുത്ത എന്താണ്? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് വിൽ ബി ദെയർ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. ഇഫ് വി ടേക്ക് എ നമ്പർ ഫ്രം ദ ബോക്സ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഫോർ ഗെറ്റിംഗ് ദിസ് നമ്പർ ആസ് ഓഡ്? നമുക്ക് എന്ത് കിട്ടണം? ഈ നമ്പർ ഓടായിട്ട് കിട്ടണം. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? 2 ബോക്സ് വയ്ക്കുന്നു. ആദ്യത്തെ ബോക്സ് എനിക്ക് ഈ 4 വെക്കാമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. കാരണം ഓടി നമ്പർ കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ലാസ്റ്റ് ബോക്സ് എന്തായിരിക്കണം? ഓടി നമ്പേഴ്സ് മാത്രമേ വെക്കാൻ പറ്റൂ. ഓടി നമ്പേഴ്സ് ഞാൻ ഏതൊക്കെയുണ്ട്? 1ഉം 3ഉം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പം മൊത്തം എത്ര ഉണ്ടെന്ന് അറിയാം. നമ്മളിത് ഗുണിച്ച് നോക്കും. 4 കൊണ്ട് 2 എത്ര കിട്ടും? 8. അപ്പം പ്രോബിലിറ്റി എന്ത് വരും? 8/16. എന്തായാലും എന്തെന്ന് കിട്ടും? 1/2. അപ്പം അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ നമ്പർ വിത്ത് സെയിം ഡിജിറ്റ്സ്? നമ്പേഴ്സ് എന്തായിരിക്കണം? സെയിം ഡിജിറ്റ്സ് ആയിരിക്കണം. മൊത്തത്തിൽ എത്ര ഉള്ളത്? 16. അതായത് സെയിം ഡിജിറ്റ് ആവാൻ 1 1, 2 2, 3 3, 4 4. ഇങ്ങനെ എത്ര ഓപ്ഷനേ ഉള്ളൂ? 4 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എന്തെന്ന് വരും? 4/16. വെട്ടുമ്പോൾ എത്ര കിട്ടും? 1/4. കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നമ്മൾ എവിടെ ഇടുന്നു? ഒരു ബോക്സിനകത്തിട്ട് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പേപ്പർ അതിനകത്ത് എടുക്കുന്നു. ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? മൊത്തം എത്ര ഓപ്ഷൻ ഉണ്ട്? 20. അതിൽ ആദ്യത്തെ 20 നമ്പറിനകത്ത് എത്ര എണ്ണം ഓട് കാണും? 10 എണ്ണം ഓടായിരിക്കും. അപ്പോൾ എത്ര എന്ന് വരും? 10/20. എത്ര എന്ന് കിട്ടും ആൻസർ? 1/2. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് എഴുതാം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 9 ഇല്ല, 11, 13, 17, 19. ഇത് ഇത്രയാണ് പ്രൈം നമ്പേഴ്സ്. 20 താഴെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13, 17, 19. എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8 എണ്ണം. അപ്പം പ്രോബിലിറ്റി എന്ത് വരും? 8/20. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 21 എഴുതിയ ഒരൊറ്റ കാർഡും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനത്തിനകത്തേക്ക് ഇടുന്നു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയായി? 21. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയായി? 21. അതിനകത്ത് അപ്പോൾ എത്ര ഓട്സ് കാണും? 20 നമ്മൾ എത്ര ഓട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു? 10 ഓട്സ് ഉണ്ട്. അപ്പോൾ 21 ആഡ് ചെയ്തപ്പോൾ എത്ര കൂടെ ആയി? ഒരെണ്ണം കൂടെ. അപ്പോൾ എത്ര ഓഡ് നമ്പേഴ്സായി? 11 ഓഡ് നമ്പേഴ്സായി. അപ്പം പ്രോബിലിറ്റി എന്ത് വരും? 11/21 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 ഈസ് ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. ഒരാളോട് നമ്മൾ എന്ത് പറയാൻ പറയുന്നു? ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറയുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്ന എത്രയാണ്? 0യിൽ. എൻഡ് ചെയ്യുന്ന എത്രയാണ്? അല്ല 0യിൽ പോലും 10ൽ. എൻഡ് ചെയ്യുന്ന എത്രയാണ്? 99. അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പം 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 90. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിൻ്റെ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പെർഫെക്റ്റ് സ്ക്വയർ? ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ 4ൻ്റെ സ്ക്വയർ ആണ്. എത്ര വരും? 16. അടുത്ത എന്താണ്? 5ൻ്റെ സ്ക്വയർ വരും. എത്ര വരും? 25. അടുത്ത 6ൻ്റെ സ്ക്വയർ വരും 36. 7ൻ്റെ സ്ക്വയർ വരും എത്ര? 49. 8ൻ്റെ സ്ക്വയർ വരും 64. 9ൻ്റെ സ്ക്വയർ വരും എത്ര വരും? 81. 10ൻ്റെ സ്ക്വയർ 100 സോ 100 നമ്മൾ എടുക്കത്തില്ല, കാരണം അത് 3 ഡിജിറ്റ് നമ്പറായി പോകും. അപ്പോൾ നമുക്ക് എത്ര സ്ക്വയർ നമ്പേഴ്സ് കിട്ടി? 1, 2, 3, 4, 5, 6. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 6 ആണ്. ഹൗ മെനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? എന്താണ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത്? അപ്പോൾ മൊത്തം നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 90. 90 ൽ 6 കുറച്ച് എത്ര കിട്ടും? 84. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എത്ര എണ്ണം ഉണ്ട്? 84 ആവശ്യമുള്ളതുണ്ട്. അപ്പം ടോട്ടൽ എത്രയാണ്? 90. അപ്പോൾ ആൻസർ എന്ത് വരും? 84/90. ഈ 84ഉം 90ഉം എത്ര ഗുണനപ്പട്ടികയാണെന്ന് അറിയാമോ? 6ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ട്. 6ൻ്റെ ഗുണനപ്പട്ടികയിൽ 14 ഗുണം 6 84 അതേ കൂട്ട് 15 ഗുണം 6 90 അപ്പം പ്രോബിലിറ്റി എത്ര എന്ന് കിട്ടും? 14/15. ഓക്കെ ആണോ? നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? ഒ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് സർക്കിൾ ഓഫ് ഡയമീറ്റർ എ ബി. എ ബി എന്ന് പറയുന്ന എന്ത്? എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത്? ഓ. അതേപോലെ നമ്മൾ വേറെ ഒരു സർക്കിളോട് വരയ്ക്കുന്നു. എങ്ങനെ? ഒ ബിയെ ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു സർക്കിളോട് വരയ്ക്കുന്നു. ആ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് 6 ആണെന്ന് തന്നേപ്പോണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് കിട്ടും? 2r ആണെന്ന് കിട്ടും. അതായിരിക്കും എന്ത്? ആ വലിയ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പം വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് കിട്ടി? 2r. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. റേഡിയസ് ഓഫ് ബിഗ് സർക്കിൾ എത്രയാണ്? 2r. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏജ് ഓഫ് ബിഗ് ആൻഡ് സ്മോൾ സർക്കിൾ. രണ്ട് സർക്കിളിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ചെറിയ സർക്കിളിൻ്റെ ഏജ് ആണ്. അതെന്തായിരിക്കും? πr² ആയിരിക്കും. കാരണം ആറിന് അവിടെ വാല്യൂ കൊടുക്കാനൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ ബിഗ് സർക്കിൾ ആകുമ്പോഴോ
ബിഗ് ആകുമ്പോൾ എന്ത് വരും? പൈ ഇൻറ്റു 2r² എന്ന് വരും. എന്ത് വരും? 2r². 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. അപ്പം 4πr² എന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ പ്രോബിലിറ്റിയിലെ ക്വസ്റ്റൻ ആണ് ഞാൻ വരുന്നത്. ഇഫ് എ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫിഗർ, നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഒരു കുത്തിടുന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഫോൾ ലൈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ? അപ്പം ഡോട്ട് എവിടെ വീഴണം? ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയന് വീഴണം. മൊത്തത്തിലുള്ള ഏരിയ എന്താണ് ആ സെമി സർക്കിളിൻ്റെ? 4. നമുക്കപ്പം സർക്കിളിൻ്റെ ഏരിയ നമ്മൾ എടുത്ത് ചോദിച്ചിരുന്നത്. നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പം ഏരിയ ഓഫ് എന്ത് വൈറ്റ് പാർട്ട് എന്ത് കിട്ടും? ഏരിയ ഓഫ് വൈറ്റ് പാർട്ട് എത്ര വരും? πr² പകുതി വരും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ എന്തുവാ? ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ എന്ത് വരും? 4πr² പകുതി വരും. എത്ര എന്ന് കിട്ടും ആൻസർ? 2πr². അപ്പം ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ എത്ര കിട്ടി? 2πr² എന്ന് കിട്ടി. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ വേണം. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കിട്ടാൻ എന്താണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് എന്ത്? ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. അതായത് 2πr² നിന്ന് എന്ത് കുറയ്ക്കണം? πr²/2 കുറയ്ക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ 2 ഇട്ട് താഴെ എഴുതിയേക്കൊണ്ട് ഇതിനെ എന്താണ്? ഫ്രാക്ഷൻ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനോടാണ് ചെയ്യാൻ പോകുന്നത്. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ എന്തെന്ന് വരും? 4πr² മൈനസ് πr². മൊത്തത്തിൽ ബൈ എന്തെന്ന് വരും? ഒരു 2 എന്ന് വരും. 4πr² നിന്ന് πr² കുറച്ച് എത്ര എന്ന് കിട്ടും ആൻസർ? 3πr²/2. അപ്പം ഇതാണ് എന്ത്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ വെച്ചത്. നമുക്കിനി എന്ത് വേണ്ടേ? പ്രോബബിലിറ്റി വേണം. പ്രോബിലിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബിലിറ്റി ഞാൻ പി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് എഴുതി ഞാൻ? പി ഈസ് ഈക്വൽ ടു ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ്. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ഇപ്പോൾ എത്ര കിട്ടിയത്? 3/2 πr² ബൈ ഇനി എനിക്ക് എന്ത് വേണം? സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്. സെമി സർക്കിളിൻ്റെ ഏരിയ എന്താണ്? 2πr². അപ്പോൾ ഇനി വെട്ടാ πr² πr² അങ്ങ് വെട്ടിപ്പോവും. ബാക്കി എന്താ വരും? 3/2 മൊത്തത്തിൽ2 എന്ന് വരും. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 3/2 ഇൻറ്റു 2ൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? 2ൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? 1/2. അപ്പം 3 ഇൻറ്റു 1 എത്ര വരും? 3. 2 ഇൻറ്റു എത്ര വരും? 4. അപ്പം പ്രോബിലിറ്റി എത്രയാണ്? 3/4 ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ /2ന് നമ്മൾ എഴുതുന്നത് 2/1 എന്നാണ്. രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്രാക്ഷനെ തല തിരിച്ചിട്ട് ഗുണിക്കുക. കാരണം ഏതൊരു സംഖ്യ താഴെ നമുക്ക് എത്ര എഴുതാം? 1 എഴുതാം. ആ ഒരു ഐഡിയ വെച്ചാണ്. അല്ലെങ്കിൽ 2ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഉണ്ട്.